വിടാൻ ടൈം തരുമോ? നിങ്ങൾ എന്നെ ശ്വാസം മുട്ടിയിട്ട് മുട്ടിച്ച് കൊല്ലുവോ ചോദിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ഉമ്മ തിരിച്ചു വേണം കേട്ടോ. ഞാനത് തന്നത് തിരിച്ചു മേടിക്കുന്നു. ഒരു മനുഷ്യർക്ക് ഒരു സാധനം കൊടുത്താൽ അത് തിരിച്ചു തരാനുള്ള മര്യാദ വേണം, അല്ലെങ്കിൽ അതിനുള്ളൊരു സ്നേഹമെങ്കിലും കാണിക്കാം കേട്ടോ. അതൊന്നുമില്ല പ്ലിങ്ങോയ്ക്ക്. പ്ലിങ്ങോ എൻ്റെ ചക്രമ്മ തിരിച്ചു തന്നിരും. ഇവിടെ വേറെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാൻ കാണും. ബിന്ദു അമ്മേ, നിങ്ങളൊരു ഉമ്മ തന്നതിൻ്റെ പേരിൽ ഞാൻ ഇവിടെ കിടന്ന് കരഞ്ഞു നിലവിളിച്ചതാണോ പോയത് എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കതൊന്നും അറിയത്തില്ല. എനിക്കിപ്പോൾ എൻ്റെ ഉമ്മ വേണം. എന്നെ ആദ്യം ഇന്നിപ്പോൾ ഇത്രയും നേരമായിട്ടും വിളിച്ചില്ല. എന്നോട് സ്നേഹമില്ല. ഒത്തിരി ഒത്തിരി മോഹങ്ങൾ, ഒത്തിരി ഒത്തിരി മോഹങ്ങൾ വിളിപ്പിരിച്ചിട്ട പുത്തരി ചെമ്പാവ് പാടത്ത്, എൻ്റെ പുത്തരി ചെമ്പാവ് പാടത്ത്, വണ്ണാത്തി പുള്ളിൻ്റെ വായ്ത്താരി കേട്ടെൻ്റെ പൊന്നിൻ കിനാവുകൾ കൊയ്യാറായിരുന്നോ അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു. ആണ് സന്ധ്യച്ചി അമ്മേ, ഇപ്പോൾ പ്ലിങ്ങോയ്ക്ക് നമ്മളെ മാണ്ട ഫീലിംഗ് സാഡ് എന്ന് പറയുന്നുണ്ട്. ആ സാഡിൻ്റെ എടാ സാഡിൻ്റെ ഫീലിംഗ് ഇതല്ല, ഇങ്ങനെ ഇരിക്കണ ഓർമ്മയുണ്ട്, അത് വയ്ക്കും ഇങ്ങനെ വിതുമ്പി ഇരിക്കുന്ന പോലെ. കാൾ വന്നു ശരി, പക്ഷേ അതിന് മുന്നേ നീലിയെ കണ്ടല്ലോ. അപ്പോൾ കണ്ണിന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. എന്ന് പറയുന്നുണ്ട്. പോയോ ആ കൊച്ചു? പേടിച്ചു പോയോ? അയ്യോ മോനെ പ്ലിങ്ങോ, ഇനി പ്ലിങ്ങോയെ കണ്ടിട്ടേ കുറ്റം പറയാവുള്ളൂ. ഒരു കുട്ടി അടുത്തില്ലാത്തപ്പോൾ കുറ്റം പറയാൻ പാടില്ല, വരുമ്പോൾ കുറ്റം പറയാവേ. നിൽക്ക് വെയിറ്റ്, നമുക്ക് ടൈം കിട്ടും. 12:41 കാൾ വന്ന് അത് ഇതല്ലേ നമ്മൾ വായിച്ചേ, ഇത് എന്നെ സ്റ്റക്കായി. അയ്യോ എൻ്റെ ലൈക്ക് ആരൊക്കെയോ ലൈക്ക്. രാവണോ ഇവിടെ തല കൊണ്ടുവന്ന് എനിക്ക് ലൈക്ക് കയറ്റിത്തായോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹം എല്ലാം തിരിച്ചു തന്നെ. ഡിവോഴ്സ് ഹേ പറയുന്നുണ്ട്. അത് തന്നെ, നമ്മൾ കൊടുത്ത സ്നേഹം മുഴുവൻ തിരിച്ചു മേടിക്കണം. പിന്നെയും പോയോ? എടാ ഞാൻ പറയുന്നില്ല, കൊച്ചു വരട്ടെ, വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കുറ്റം പറയാം. വെറുതെ ഇരുന്ന് കുറ്റം പറയുമ്പോൾ ഓർക്കല്ലേ, അയ്യോ ഞാനില്ലാത്തപ്പോൾ ഇവർ നമ്മുടെ കുറ്റം പറഞ്ഞല്ലോ എന്ന് ഓർക്കില്ലേ? മോശമല്ലേ? വേറെ പാട്ട് പറ. വരും. എൻ്റെ കമൻറ്റ് മുക്കി പറയുന്നുണ്ട്. ആര് മുക്കി? അങ്ങനെ ഞാൻ പറഞ്ഞില്ല, അസൂയ കുശുമ്പോൾ അത് എനിക്ക് സഹിച്ചില്ല, എൻ്റെ കുഞ്ഞു മനസ്സിൽ ബാക്കി ചേച്ചി പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അതുണ്ടായിരുന്നല്ലേ. മുക്കിയില്ല വായിച്ചു, അത് നന്നായി എന്ന് പറയുന്നുണ്ട് ജയരാജ്. വേഗം. അയ്യോ കൊച്ചവിടെ പോയി? നിങ്ങളെല്ലാവരും കൂടി എൻ്റെ കൊച്ചിനെ ഓടിച്ചോ? ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പ്ലിങ്ങോ മോനെ വായോ. പോയി. അതോ ഇനി ശ്വാസം മുട്ടിയോ? എന്താടാ നീയൊക്കെ ചെയ്തേ? അല്ല പ്ലിങ്ങോ പോകാൻ അത് കൊള്ളാലോ, എന്നാൽ കാണണമല്ലോ പറയുന്നുണ്ട്. എല്ലാവരും കൂടി അതിന് ശ്വാസം മുട്ടിച്ച്. ഞാൻ ഒരു അക്ഷരം ഞാൻ മിണ്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ തുടങ്ങി നിൽക്കണോ പോണോ എന്ന് ചോദിക്കുന്നുണ്ട്. പറ, എന്തിനാ നിങ്ങൾ ആ കൊച്ചിനെ ഓടിച്ചത്? പാവമായിരുന്നു. മണിക്കോയിലേ മാരിക്കാവിൽ പൂമാനം പൂത്തുലഞ്ഞു, പൂവള്ളിക്കുടിലെന്തേ കരളുണർന്നു കിളി, തെളിഞ്ഞു പുഴയും വയലും പൊന്നോണം കാത്ത നെഞ്ചും പൂമാനം പൂത്തുലഞ്ഞേ. എനിക്കും നെഞ്ചിലൻ പാട്ടുണ്ടല്ലോ, എനിക്കും കരളിലൻ മണി. കണ്ടോ, ഇപ്പൊ നമ്മൾക്ക് കുറ്റമായി ജയ, ഞാൻ പോണേ എന്ന് പറയുന്നുണ്ട്. കുറ്റമാണോ ഉള്ളതല്ലേ പറഞ്ഞ് ആ കൊച്ചു വന്ന് കയറി. ഒരു കുടുംബത്തേക്ക് ഒരു മനുഷ്യൻ വന്ന് കയറുമ്പോൾ അപ്പം തന്നെ ആവലാതിയും അലവലാതിയും ഒക്കെ പറയുകയാണ് ചെയ്യണേ. എന്താ ഇത്? ഇങ്ങനെയൊക്കെയാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചേക്കണേ. കഷ്ടം. മണിക്കോയി